ചിന്ത ഓരോ അമലുകളിലും, നമ്മുടെ മനസ്സിലും, നമ്മുടെ ശരീരത്തിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം. എപ്പോഴും ആകാമല്ലോ മരണം. അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ലല്ലോ. റബ്ബിന്റെ അടുക്കലുണ്ടല്ലോ അതിന്റെ ഖലാ. അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഖൈറാക്കി തരട്ടെ. എപ്പോഴാണെങ്കിലും വിടവാങ്ങണം. വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തഖിയായ നിലക്ക് നല്ല ഇൽമു നേടിക്കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുത്തഖീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ, മുത്തഖീങ്ങളായി പിരിഞ്ഞെങ്കിലേ ആഖിറത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ കണക്ഷൻ നമുക്കുണ്ടാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മിൽ നിന്ന് പെട്ടെന്ന്, അഥവാ ഒരിക്കലും നാം ചിന്തിക്കാത്ത രീതിയിൽ നമ്മിൽ നിന്ന് വേർപെട്ട മസൂദ് സഖാഫി ഉസ്താദിനെ കുറിച്ചാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ടാണ് അദ്ദേഹം സദാസമയം. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ളത്. ഒരു വാക്ക് പറയാനൊക്കെ ദൂരദിക്കുകളിലേക്കൊക്കെ പോകുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഈ മസൂദ് സഖാഫി. അഥവാ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. അഥവാ വളരെ അപൂർവങ്ങളിലായിട്ട് മാത്രമേ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രായക്കാർ, കേവലം 50 വയസ്സ് കഴിഞ്ഞ ഈ പ്രായക്കാരിൽ ഖുർആൻ ഹിഫ്ളായിട്ടുള്ള ആളുകൾ വളരെ അപൂർവമാണ്, വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും അങ്ങേയറ്റം ഖുർആനികമായ പരിജ്ഞാനമുള്ള, പാണ്ഡിത്യമുള്ള ഒരു മഹൽ വ്യക്തിത്വം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിനും അദ്ദേഹത്തിൻ്റെ മരണ സദസ്സിലും ഓടിക്കൂടിയ ആളുകൾ അവിടെ ജാതിഭേദമന്യേ, മാത്രമല്ല ആശയഭേദമന്യേ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, തരീഖത്ത് എന്നിത്യാദി യാതൊരു വകഭേദവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആ മരണവാർത്ത അറിഞ്ഞ ഉടനെ ആളുകൾ ഓടിയെത്തിയിരിക്കുന്നു. കുഞ്ഞുങ്ങളും കുട്ടികളും വൃദ്ധരും ചെറുപ്പക്കാരും എല്ലാ വിഭാഗം. എന്താ കാരണം? എല്ലാവരെയും കരയിപ്പിച്ച ഒരു മരണമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നമ്മളെ എല്ലാവരെയും കരയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് വേർപെടേണ്ടത്. അള്ളാഹു ആലം, തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ സത്യവിശ്വാസി അങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ വെറുതെ മരിക്കുക എന്നല്ല, അതിൽ അവൻ്റെ പങ്കാളിത്തമുണ്ട്. ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. എല്ലാവരും നോക്കി നിന്ന് സന്തോഷിക്കുകയാണ് പ്രതീക്ഷയോടുകൂടെ. തൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ പെങ്ങളെ കുഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞ്, അല്ലേ? നമ്മൾ ആ സന്തോഷ വാർത്തയിൽ എപ്പോൾ തന്നെ മിഠായി വിതരണം ചെയ്ത്, പായസം വിതരണം ചെയ്ത് സന്തോഷിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ആ കുഞ്ഞ്, ആലോചിച്ച് നോക്കി, 2 കൈകളും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കരഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ മനുഷ്യന്മാരോ വളരെയേറെ എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട്, കരയിപ്പിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട്. മരണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും വലിയ ഇന്നൽ മൗത മുസീബത്തുൻ, മരണം ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്, ഒരു ഫിത്നയാണ്. പക്ഷേ അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ടുള്ള മരണം. അപ്പോൾ ആ പോകുന്ന ആൾ ചിരിച്ചുകൊണ്ടായിരിക്കട്ടെ എന്നാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. എങ്ങനെയാണ് ചിരിക്കണമെങ്കിൽ? അള്ളാഹുവിൻ്റെ മാലാകന്മാർ ഏതൊരു മനുഷ്യൻ്റെയും, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വലതു പെരുവിരലിൽ മലക്കുൽ മൗത്ത് സ്പർശിക്കുമ്പോൾ ആ മനുഷ്യന് അറിയാൻ കഴിയും ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ സക്കറാത്തിൽ തന്നെ സന്തോഷകരമായ ഒരു അനുഭവമുണ്ടാക്കി, ഒരു അനുഭൂതി ഉണ്ടാക്കി. അള്ളാഹുവെ, ഞങ്ങൾ സ്വർഗത്തിലേക്കാണ് വരുന്നത് എന്ന് ആ തോന്നലുണ്ടാക്കി ഞങ്ങളെ സന്തോഷകരമായിട്ട് നീ മരിപ്പിക്കണേ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തൂഫത്തുൽ മുഹ്മിൻ അൽ മൗത്ത്, മരണം
വിശ്വാസിക്ക് ദുഃഖകരമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് തുഹഫത്തുൽ മൂമിൻ, മൂമിനിന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുമ്പോൾ ആ മരിക്കുന്ന വ്യക്തി സന്തോഷിച്ചു കൊണ്ട് പോകുന്നു. തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ തന്നെ മസൂദ് സക്കാഫി അവർകളെ അള്ളാഹു ചേർക്കുമാറാവട്ടെ. ഇനി മരിക്കാൻ കാത്തിരിക്കുന്ന നമ്മളെ എല്ലാവരെയും അള്ളാഹു അത്തരത്തിലുള്ള സന്തോഷകരമായിട്ട് നമ്മെ ദുഃഖത്തോടുകൂടെ കരയിപ്പിച്ച് നോക്കണം. നമ്മുടെ മരണം അവരെ കരയിപ്പിക്കുന്നു, നമ്മുടെ എല്ലാവരെയും. അപ്പോൾ നാം ചിരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ എന്ന് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുകയല്ലാതെ ഈ നിസ്സഹായരായ നമുക്ക് വേറെ എന്ത് വഴിയാണുള്ളത്? അള്ളാഹുവെ, ഞങ്ങളെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമുക്ക് എന്ത് കർമ്മമാണുള്ളത്? നമ്മുടെ കർമ്മം ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവന് കിട്ടുകയാണെങ്കിൽ അവന് നരകമല്ലാതെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് ഒരു സഹാബി, അള്ളാഹുവിൻ്റെ റസൂലെ, അപ്പോൾ അങ്ങും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അങ്ങയുടെ അമല് കൊണ്ടോ അതോ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടോ ആണെന്ന ചോദ്യത്തിന്, അതും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും അവൻ്റെ കോപത്തെ അവൻ്റെ കാരുണ്യം മുന്നിലാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ട് ആ കാരുണ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ദിവസങ്ങളാണ് പരിശുദ്ധമായ റമദാൻ്റെ ആദ്യ 10 രാവുകൾ നമുക്ക് വരുന്നത്, ആദ്യ 10 പകലുകൾ നമുക്ക് വരുന്നത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അതാണ് നമ്മുടെ പ്രാർത്ഥന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഏതൊരു മനുഷ്യനും സ്വർഗപ്രവേശനം നൽകുന്നത് അവൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മരണം ഒരു മനുഷ്യനെ എന്തുമാത്രമാണ് ആ മരണം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ എല്ലാം ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഒന്നും അയാൾ വെച്ചു പോകുന്നില്ല. യഥാർത്ഥത്തിൽ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പോലും നമ്മൾ മാറ്റി വെക്കുന്നു. എല്ലാം ഒരു ചരടുണ്ടെങ്കിൽ അതുപോലും അഴിച്ചു വെച്ച്, അല്ലേ, എല്ലാ സാധനങ്ങളും അഴിച്ചു വെച്ച് 3 തുണി മാത്രമായിട്ടാണ് നമ്മൾ പോകുന്നത്. പണ്ടൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉറുമ്പുകൾ മാളത്തിലേക്ക്, ആലോചിച്ച് നോക്കൂ, ആ മാളത്തിലേക്ക് 4ഉം 5ഉം ഉറുമ്പുകൾ കൂടി വലിയ വലിയ കരമുള്ള സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. പക്ഷേ ആ മാളത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകുവാൻ ആ ഉറുമ്പുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഉറുമ്പുകൾ ചെയ്യുന്നത് ആ മാളത്തിൻ്റെ പുറത്ത് ആ ഭാരങ്ങളൊക്കെ ഒഴിവാക്കി തങ്ങൾ വലിച്ചു കൊണ്ടുവന്ന, തങ്ങൾ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ ആ മാളത്തിൻ്റെ പുറകുവശത്ത് വെച്ചിട്ട് ആ ഉറുമ്പുകൾ അടിയിലേക്ക് പോകും. പല നിലക്കും അത് മാളത്തിനകത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ആ ഉറുമ്പുകൾ ശ്രമിക്കുമെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് 3 കാര്യങ്ങൾ മാത്രമേ ഒരു മരിച്ചവന് ഫലം ചെയ്യുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു. അത് ഒന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ, വലതും സാലിഹും യദ്ഹൂലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ മക്കളാണ്. സാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥനയാണ് നമുക്ക് പാപങ്ങൾ മോചിപ്പിച്ചു തരുന്നത്, നമ്മെ സ്വർഗത്തിൽ പോലും എത്തിക്കുന്നത്. അതിന് എന്തു വേണം? നമ്മുടെ മക്കൾ സാലിഹീങ്ങളാവണം. വെറുതെ അങ്ങോട്ട് സാലിഹീങ്ങളാവൂല. ജീവിതകാലത്ത് അവരെ നന്മകൾ നിറഞ്ഞ പാഠങ്ങൾ, സൽജനമായി തീരേണ്ട ക്ലാസുകൾ, ട്രെയിനിങ്ങുകൾ, സ്വഭാവ ശുദ്ധീകരണം, എല്ലാ കാര്യങ്ങളും, നല്ലവന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ പറയുമല്ലോ, ചാണം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. കൂട്ടുകെട്ട് മോശമായാൽ നാം ഇന്ന് കാണുന്നുണ്ട് ലോകത്ത്. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലോകത്ത് ഊളിയിട്ട് നടക്കുകയാണ് ചെറുപ്പക്കാർ. ആ കൂട്ടത്തിൽ സാലിഹീങ്ങളായ ഒരു മകനെ നമുക്ക് കിട്ടുമോ? നഹൂദ് ബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നല്ല നിലയ്ക്ക് എപ്പോഴും ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നാം അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച്, ആലോചിച്ച് നോക്കൂ, നാം ഏറ്റവും നിസ്സാരമായി കാണുന്നത് ദീനിനോടുള്ള പഠനമാണ്. എന്തുകൊണ്ട്? ദീന് പഠിച്ചത് കൊണ്ട് ദുനിയാവിൽ വലിയ നേട്ടമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഭൗതിക കാര്യങ്ങൾ മാത്രം പഠിച്ചാലേ ദുനിയാവിന് നേട്ടമുള്ളൂ. അതുകൊണ്ടാണ് ദീൻ പഠിക്കുന്നതിൽ നിന്ന് സാധാരണ ജനങ്ങൾ മാറി നിന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, അത് മുസ്ലിയാരുടെ ചുമതലയിൽ മാത്രം വെച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരു കാര്യവും സാധാരണ ജനങ്ങൾക്ക് വിവരമില്ലാതായി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിജ്ഞാന തൊലബൽ ഹിൽമു ഫരീലത്തൻ
അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമും വിജ്ഞാനം തേടിപ്പിടിച്ച് പഠിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു, രണ്ടാമത്തത് അവരവർ ചെയ്തു വെച്ചിട്ടുള്ള ഉപകാരപ്രദമായി സൽക്കർമ്മങ്ങൾ നോക്കണം. അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണം അവരൊരു കിണറുണ്ടാക്കിയിട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചുമട് വെക്കുന്നതിന് അത്താണി വെച്ചിട്ടു, അതിന്മേലൊക്കെ ആളുകൾക്ക്, ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്, അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ആളുകൾ ഒരു ചുവട് അവിടെ വെക്കുമ്പോൾ, ചുമട് അവിടെ ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ആശ്വാസം ലഭിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ കബറിലേക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മരം വെച്ച് പിടിപ്പിച്ചു, ആ മരത്തിൻ്റെ തണലുകൾ പക്ഷികൾക്ക് കിട്ടുന്ന അതിൻ്റെ മറ്റു ആസ്വാദനങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ നമ്മൾ തന്നെ, അതിൽ കള്ളന്മാർ കൊണ്ടുപോയാലും അത് നമുക്ക് സദക്കയാണ്. അപ്പോൾ ഉപകാരപ്രദമായ വിവരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ന്യായമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവിടുന്ന്, ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ആ പുസ്തകം നന്മ നിറഞ്ഞതാണ്, ആ നന്മ നിറഞ്ഞ പുസ്തകം മറ്റൊരാൾ വായിച്ച് നല്ല മനുഷ്യനായി തീരുക വഴി അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് 3 കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യന് മുറിഞ്ഞു പോവാതെ നിൽക്കുന്നത്. പക്ഷേ മരണം വരെ മനുഷ്യരതൊന്നും ശ്രദ്ധിക്കാറില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പറയാറുണ്ട്, ഷൂബു മജ്ലിസകും ബിദിക്രി മുഖദ്ദറില്ലദാത്തു. അള്ളാഹുവിൻ്റെ റസൂൽ മരണത്തെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഒരു സദസ്സും അവസാനിപ്പിക്കാറില്ല. അങ്ങനെ അവസാനിപ്പിക്കുന്ന സദസ്സിൽ ഒരു മയ്യത്ത് വീണ് കിടക്കുന്നുണ്ടാകും, 1 or 2 മയ്യത്തുകൾ എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, നമ്മുടെ മസൂദ് സക്കാഫി പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട്, എപ്പോഴും സുസ്മേരവദനായിട്ട്, ഒരു സത്യവിശ്വാസിയുടെ സർവ്വഗുണങ്ങളും അക്മലുൽ ഈമാൻ വഅഹ്സനുകും അഖ്ലാഖ, ഒരു സത്യവിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന്, അവൻ്റെ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണം എന്താണ്? അവൻ്റെ സ്വഭാവ പൂർത്തീകരണമാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം. അപ്പോൾ എല്ലാവരോടും ഇതുവരെയും യാതൊരു പകയും വെറുപ്പും അറപ്പും ഒന്നും വെച്ച് പുലർത്താത്ത ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈ മസൂദ് സക്കാഫി. അത് അദ്ദേഹത്തിൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് അന്നും അവസാനത്തെ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മരണത്തെക്കുറിച്ചായിരുന്നു. ആലോചിച്ച് നോക്കൂ, അന്നേ ദിവസം തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്നെ തേടി എത്തുന്ന മലക്കുൽ മൗത്തിനെക്കുറിച്ച് കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്നത് വല്ലാത്ത ഒരു അത്ഭുതകരമായ സംഗതിയാണ്. മഹത്തുക്കളായ ചില ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വയതോ മറ്റോ പറയാൻ പോയി തിരിച്ചു വന്ന് സുബഹി നമസ്കാരം അദ്ദേഹത്തിന് കലായിട്ട് പോലുമില്ല. ആ സുബഹി നമസ്കാരം കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മലക്കുൽ മൗത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയത്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഏറ്റെടുത്ത് കൊണ്ടുപോയത്. അള്ളാഹു സൽജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ആക്കി തീർക്കുമാറാവട്ടെ, ആമീൻ. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പലവട്ടം നേരത്തെ പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ചുള്ള സ്മരണ ദിക്റുൽ മൗത്തി വ തിലാവത്തുൽ ഖുർആൻ, 2 കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ പാരായണം. അത് നിങ്ങളുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. ഇതൊക്കെ സാധാരണ ജനങ്ങൾ എന്തിനാ പഠിക്കണത് എന്ന് കൗമ പറയണതല്ല ശരി. തിലാവത്തുൽ ഖുർആനി, ഖുർആൻ്റെ പാരായണം, ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഞാൻ മിനിമം 100 വട്ടം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. ആര്? അഷ്റഫുൽ ഹൽക്ക്, അള്ളാഹുവിൻ്റെ ഉപരിലോകത്തുള്ള വഹ്യിൻ്റെ മലക്കുമായിട്ട് ബന്ധമുള്ള ആ മഹത്തുറ്റ വ്യക്തിത്വം പറയുന്നു. അഷ്റഫുൽ മഹ്ലൂക്കീൻ പറയുന്നു, ഏറ്റവും ഉന്നത സൃഷ്ടി പറയുന്നു, അള്ളാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണമേ. നോക്കണം, മിൻ ഒമറാത്തിൽ മൗത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹുവേ അഹൂദുബിക്ക മിൻ ഒമറാത്തിൽ മൗത്ത്, അള്ളാഹുവേ അഹൂദുബിക്ക മിൻ സക്കറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ആ വേദനയിൽ നിന്ന്, ആ പരിഭ്രമത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ. അതുപോലെ തന്നെ എൻ്റെ അനുയായികളായ ഉമ്മത്തുകളെ കാത്തുരക്ഷിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ആ പ്രവാചക ശിരോമണി. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് മരണത്തെ തന്നെയാണ്, പരിഹസിക്കുന്നവരോടൊപ്പം ചേർന്നിട്ടല്ല പറയേണ്ടത്. അപ്പം ഞാൻ പറയുന്നു ഒരു കാര്യം, ഈ തിരക്കിനിടയിൽ സ്വന്തം ശരീരത്തെ അദ്ദേഹം മറന്നിട്ടുണ്ട്. എപ്പോഴും ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പിന്നീട് എന്തു വേണം? ഇന്ന് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർമാർ പറയുന്നുണ്ട്, 50-45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും നമുക്ക് നിശബ്ദമായിട്ട് കടന്നു വരും. നമ്മളറിയാതെ ചില രോഗങ്ങളെ നമ്മൾ അറിയില്ല. അതാണ് നമ്മൾ പറയാറുള്ളത്, അദ്ദേഹത്തിന് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു എന്ന്. അപ്പോൾ ഇതുവരെ എന്താ, അതാരും അറിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാം. ചിലപ്പോൾ അദ്ദേഹവും അറിയാതെ വരും.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടത്ര പരിചരണങ്ങൾ അഥവാ യാത്രയിലായിരിക്കുക, പ്രഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുക ദൈവത്തിൻ്റെ മേഖലയിൽ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മറ്റു ശാരീരിക ഘടനകളെക്കുറിച്ചൊന്നും വേണ്ടത്ര ഡോക്ടർമാരുമായി പങ്കുവച്ച് പരിശോധിച്ച് ചികിത്സ നടത്താനുള്ള സമയവും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൃദ്രോഗബാധ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് നമുക്കറിഞ്ഞുകൂടാ. സാധാരണ ആരോഗ്യപരമായ ശാസ്ത്രം പറയുന്നത് ഒരു 2 തവണയെങ്കിലും ഹൃദയാഘാതം വന്നിട്ടുണ്ടാകും, അങ്ങനെയാണ് 3-ാം തവണ മരണം സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ എന്നെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യേണ്ട. നിങ്ങളാണോ കാക്ക മലക്കുൽ മൗത്ത്? അതല്ല, ഞാൻ പറഞ്ഞു വന്നത് ശാരീരിക ഘടനയിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉള്ളതായിട്ട് 3-ാമത്തെ അറ്റാക്ക്, ആ അറ്റാക്ക് കുറച്ച് ശക്തിമത്തായിട്ട് വരുമെന്നാണ്. അപ്പോൾ ഈ 2 അറ്റാക്കിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ചികിത്സ തേടണം. ആ ചികിത്സ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കണം. പ്രഷറിൻ്റെ മരുന്ന്, നമ്മൾ സ്ട്രോക്ക് വരുന്ന ഒരു സംഗതിയാണ് പ്രഷർ രോഗിയോട് പെട്ടെന്ന് തന്നെ ദുഃഖകരമായ ഒരു സംഗതി പറഞ്ഞുകൂടാ. ഹിക്കുമത്തനുസരിച്ചിട്ടേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പ്രഷർ കൂടും, അപ്പോൾ അയാൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് വരെ ചെല്ലും. അതോടൊപ്പം തന്നെ അയാൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ അനുമതി വരാതെ ആർക്കും മരിക്കാൻ സാധ്യമല്ല. എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ഫീ കുല്ലി ദാഇൻ ദവാഉം ഇല്ലൽ മൗത്ത്, മരണത്തിനൊഴികെ എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. അപ്പം രോഗം ആദ്യം വരുമ്പോൾ മരണത്തിലെത്താതിരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതും നമുക്ക് ചില സൂചനകൾ തരുന്നത്. ആലോചിച്ച് നോക്കുക. അള്ളാഹു പെട്ടെന്ന് ഒരു മനുഷ്യനെ പെട്ടെന്ന് അവൻ്റെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, ചില സൂചനകൾ തരും. ആ സൂചനകളിൽ അവന് ചികിത്സ വേണ്ടത് ചികിത്സിക്കണം. ചില മാറാരോഗങ്ങൾ വരും, അത് അള്ളാഹു അവരെ മരിക്കാനായിരിക്കാം. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അഥവാ ആശ്രാന്തം വിശ്രമം പോലും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രാസംഗികരും, അത് രാഷ്ട്രീയക്കാരായാലും മറ്റു മേഖലയിൽ, ഇപ്പം സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്, അവരിലൊക്കെ കൂടുതൽ അറ്റാക്ക് വരാറുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, കൂടുതൽ സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിനനുസരിച്ച് ചികിത്സകൾ അഥവാ ഡോക്ടർമാരെ ചെന്നു കാണാനുള്ള സമയമില്ലായ്മ, മറ്റു ബുദ്ധിമുട്ട്. അപ്പോൾ അവർ യാത്രയിൽ തന്നെയായിരിക്കും, ഉറക്കമില്ലായ്മ, വിശ്രമമില്ലായ്മ, വമ്പിച്ച സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ചില മരണകാരണങ്ങളാവാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അത്തരത്തിലുള്ള അപകട മരണത്തിൽ നിന്ന്, സഡൻ മരണത്തിൽ നിന്ന് നമ്മളോട് അള്ളാഹു കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്, അഷ്റഫുൽ ഖൽക്ക്. അപ്പം നമ്മളതൊക്കെ പരിചരിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മസൂദ് സക്കാഫിയെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടത്തി സന്തോഷകരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.